ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കൊറിയൻ ഗ്ലാസി സ്കിൻ ലുക്കാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കൊറിയൻ ബ്രാൻഡായിട്ടുള്ള ബ്യൂട്ടി ഓഫ് ജോസിയൻ എന്ന് പറഞ്ഞു സൺസ്ക്രീനാണ് നമ്മളിവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്ത് വേറെ ഫൗണ്ടേഷൻ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് നമ്മുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഗ്ലാസി സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ബേസിന് മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയതാറാണ് ഞാൻ ഇടുന്നത്. നിങ്ങളുടെ ഓയിലിയാണ്, നിങ്ങൾക്ക് മോയ്സ്ചറൈസറിന് ഇഷ്ടമില്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഒരു ബേസിന് കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നു. ഞാൻ ഇടുന്നത് സെറവി എന്ന് പറഞ്ഞ സെറവീൻ്റെ മോയ്സ്ചറൈസറാണ്. ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. ഓക്കെ, അപ്പം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ സൺസ്ക്രീൻ. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കൊറിയനിൽ ഇതാണ് നല്ലത്. പേഴ്സണലി എനിക്കിത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ പറയുന്നൊരു സംഭവമാണ് ബ്യൂട്ടി ഓഫ് ജോസിയൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നമ്മുടെ നൈക്കിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അപ്പം ഞാൻ യൂഷ്വലി സൺസ്ക്രീൻ നമ്മൾ ഒരു 2 ഫിംഗേഴ്സിലിടുന്ന രീതിയിലാണ് ഇടുക. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ മിനിമം ഒരു 1 ഫിംഗറിലിടുന്ന രീതിയിലെങ്കിലും ഇടാൻ നോക്കുക. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ ഭയങ്കര കട്ടിയോ അല്ലെങ്കിൽ ഒരു തിക്നെസ്സോ ഒന്നും തോന്നില്ല. ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ കണ്ടോ, നമുക്കിങ്ങനെ ശരിക്കും വെള്ളം പോലെ നമ്മുടെ സ്കിന്നിൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതാണ് അതിൻ്റെ ആ ഒരു ഗ്ലാസി ലുക്ക് തരുന്നതിൻ്റെ മെയിൻ സംഭവം. നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ എവിടെയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സൺസ്ക്രീന് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം നന്നായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, വളരെ ചെറുത്. അത് ഒരു സെക്കൻഡ്സിനുള്ളത് പോകുന്നതായിരിക്കും. പിന്നെ ഇതിന് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SPF 50 ആണ്. അപ്പം നല്ല കവറേജ് ഉള്ള ഒരു സൺസ്ക്രീനാണ്. അതേപോലെ നല്ല ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഫസ്റ്റ് ടൈം സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അത് ഞാൻ എൻ്റെ കയ്യിലൊക്കെ തേച്ച് കൊടുത്തു. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇതാക്കുക. അപ്പം ഇതാണ് നമ്മൾ സൺസ്ക്രീൻ തേച്ച് കഴിയുമ്പോഴത്തെ ഒരു ലുക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഷൈനി ആയിട്ട് എനിക്ക് തോന്നും, ഭയങ്കര ഗ്ലാസി ഇതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും വേണ്ട. എനിക്ക് പേഴ്സണലി ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും മുഖത്ത്. അപ്പോൾ നമുക്ക് ഈ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചീക്ക് ടിൻ്റ് ഇട്ട് കൊടുക്കാം. അതായത് എനിക്ക് ബ്ലഷിന് പകരം ഞാൻ യൂഷ്വലി ചീക്ക് ടിൻ്റാണ് യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് അത് ഒന്നിട്ട് കൊടുക്കാം, ഒരു ചെറിയൊരു ചുമന്നിരിക്കാനായിട്ട്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. നമുക്ക് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, ചീക്ക് ടിൻ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതും നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൂക്കിലൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇതെൻ്റെ വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ്, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര നമ്മുടെ ലിപ്സിൽ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ചേംബർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾക്കിതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലെറ്റ് മീ നോ, ഞാൻ ചോദിക്കുന്നവർക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. വെരി സിമ്പിൾ. നമുക്കൊരു 5 മിനിറ്റിൽ റെഡി ആവാം, പുറത്തു പോവാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും പ്ലീസ് ആസ്ക് മീ, ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ്. So thank you.